അപ്പം നമ്മളിലെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മറ്റേ ഏതെങ്കിലും നമ്മുടെ മത സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ ആചാര്യ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ പോട്ടെ പ്രവാചക മതത്തിൽ കൂടിയോ ഏതെങ്കിലും നമുക്കിങ്ങനെ ശീലിച്ചെടുക്കാനൊരു പരിചയം വരുത്തിയിട്ട് വരെ നമുക്ക് ഏതിനെ സ്വീകരിച്ച് നേരെയാകണമെന്ന് അറിയാൻ വയ്യാത്ത ഗതികേടിൽ സ്വീകരിച്ചവർ തമ്മിൽ നിന്ന് അടിപിടിക്കുകയല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ സാധിച്ചോ? നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ നിങ്ങളും ഞാനും ഇനി എൻ്റെ പരമ്പരയുമായിട്ട് വരുന്ന കർമ്മത്തിൻ്റെ സ്ഥിതിവിശേഷം നിങ്ങളെങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അത് എങ്ങനെ എന്തിൽ കൂടി ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മോസസ് അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ നബി അങ്ങനെ ഇത്രയും പേരുടെ ഒരു പ്രചരണ വേല ഇവിടെ നിൽക്കുന്നതൊരു മിഷ്യൻ പ്രവൃത്തി പോലെ നിൽക്കുന്നതല്ലാതെ ഈ ഹിന്ദുക്കളെന്ന് പറയുന്ന ആ ധർമ്മം അല്ലെങ്കിൽ സനാതനം എന്ന് പറയുന്ന ധർമ്മം നിങ്ങളെങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു? ഉപനിഷത്ത് വ്യാഖ്യാനിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ ഗീത 18 അധ്യായവും വ്യാഖ്യാനിച്ച് നിങ്ങളോട് സംസാരിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ആത്മഗുണം ഇതിലേതെങ്കിലും എത്തുമോ? അപ്പം അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ വളരെയധികം തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ അന്നത്തെ ആ സാധ്യത അനുസരിച്ചിട്ട് അവർ ക്ലേശം സഹിച്ചതും ആ ക്ലേശം ധർമ്മത്തിൽ കൂടി എത്തിച്ച് നമ്മുടെ മുന്നിലാക്കിയ ത്യാഗത്തെപ്പറ്റിയും ചിന്തിക്കുന്നതേയില്ല. നിങ്ങൾ അത്ഭുതങ്ങൾ ഊർന്ന ഭാഷയുടെയും വേഷത്തിൻ്റെയും ആ കർമ്മത്തെ പറഞ്ഞ് ഉത്ഭവം വരെ നശിപ്പിക്കുന്ന കർമ്മത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എന്ത് പകർന്നു കൊടുക്കും? അങ്ങനെയല്ല, ഇത് നമ്മൾ ഓരോരുത്തരും പണ്ഡിതന്മാരാണ്, നമുക്ക് ആ അറിവില്ല.